വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരക്. ഞാൻ നിങ്ങളുടെ സ്വന്തം അനു മിസ്സാണ്. ഓക്കെ, മക്കളെ എല്ലാവരും നമ്മളെ പ്രൈം ടൈം എന്നുള്ള ചാപ്റ്റർ നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പൊ പ്രൈം ടൈം പഠിക്കുമ്പോൾ എല്ലാവർക്കും ഉള്ള സംശയം എന്താണ് പ്രൈം നമ്പർ എന്നുള്ളതാണ്. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രൈം നമ്പർ എന്താണെന്നുള്ളത് പഠിക്കാം. സോ സാധാരണ രീതിയിൽ നമ്പേഴ്സുകൾ ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചൂസ് ചെയ്തിട്ടുള്ള നമ്പേഴ്സുകൾ ആരൊക്കെയാണ്? 2, 3 എല്ലാ എണ്ണൽ സംഖ്യകളും കൗണ്ടബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ഒക്കെ ചൂസ് ചെയ്തു. സോ ഇനി നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഈ നമ്പേഴ്സുകൾ കിട്ടണമെങ്കിൽ, ഇപ്പൊ 2 എന്നുള്ള നമ്പർ കിട്ടണമെങ്കിൽ നിങ്ങൾ ഏതൊക്കെ 2 നമ്പേഴ്സുകളായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കുക? ഏതൊക്കെ 2 നമ്പേഴ്സുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ 2 കിട്ടുമെന്നാണ് ചോദ്യം. നമുക്കറിയാം എന്ത്, 1 × 2 2 ആണ് അല്ലേ? വേറെ ഏതെങ്കിലും 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 2 കിട്ടുമോ? ഇല്ല, ആലോചിക്കണ്ട, കിട്ടില്ല. ഇനി അടുത്തത് എന്താണ്? 3 എന്നുള്ള നമ്പർ കിട്ടണമെങ്കിൽ ഞാൻ 1 × 3 ചെയ്യണം അല്ലെ? വേറെ ഏതെങ്കിലും 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ 3 കിട്ടുമോ? ഇല്ല, കിട്ടൂല. ഇനി അടുത്തത് 4 എന്നുള്ള നമ്പർ കിട്ടണമെങ്കിൽ 1 × 4 ചെയ്യാം, 2 × 2 ചെയ്യാം ഇല്ലേ? അവിടെ വേറൊരു ചാൻസ് കിട്ടി. ബട്ട് 5 എന്നുള്ള നമ്പർ കിട്ടാൻ എനിക്ക് 1 × 5 മാത്രമേ ചെയ്യാൻ പറ്റൂ അല്ലേ? വേറെ ഏതെങ്കിലും 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ 5 കിട്ടുമോ? ഇല്ല. അപ്പൊ അവിടെ നമ്മൾ സ്റ്റോപ്പായി. ദെൻ 6 കിട്ടാൻ 1 × 6 ചെയ്യാം, 2 × 3 ചെയ്യാം. അവിടെ ഒരു ചാൻസ് വന്നിട്ടുണ്ട്. ദെൻ 7 ഉള്ള നമ്പർ കിട്ടാൻ ഞാൻ 1 × 7 മാത്രമേ ചെയ്യാൻ പറ്റൂ അല്ലേ? വേറെ ഏതെങ്കിലും 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് 7 കിട്ടുമോ? ഇല്ല, 7 എനിക്ക് അവിടെ കിട്ടാനുള്ള ചാൻസ് ഇല്ല. ദെൻ 8 കിട്ടാൻ 1 × 8 ചെയ്യാം, 2 × 4 ചെയ്യാം. ശരിയല്ലേ? ഇനി അടുത്തതോ 9 കിട്ടാൻ 1 × 9 ചെയ്യാം, 3 × 3 ചെയ്യാം. അവിടെയും വേറൊരു ഓപ്ഷൻ ഉണ്ട്. 10 എന്നുള്ള നമ്പർ കിട്ടാൻ 1 × 10 ചെയ്യാം, അതേപോലെ 2 × 5 ചെയ്യാം. 11 കിട്ടാനോ? 11 എന്നുള്ള നമ്പർ കിട്ടാൻ എനിക്ക് 1 × 11 മാത്രമേ ചെയ്യാൻ പറ്റൂ. വേറെ ഏതെങ്കിലും നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 11 കിട്ടുമോ? ഇല്ല. അപ്പൊ അവിടെ ഞാൻ സ്റ്റോപ്പായി. ദെൻ 12 കിട്ടാൻ 1 × 12 ചെയ്യാം, 2 × 6 ചെയ്യാം, 3 × 4 ചെയ്യാം. കണ്ടോ, ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. സോ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ മനസ്സിലായ കുറച്ച് നമ്പേഴ്സുകൾ ഉണ്ട്. എന്താണ്? ഒന്നും അതേ നമ്പറും മാത്രം, കണ്ടോ, ഒന്നും അതേ നമ്പറും മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന കുറച്ച് നമ്പേഴ്സുകൾ ഞാൻ ഇവിടെ ശ്രദ്ധിച്ചു. ഇവരെയാണ് നമ്മൾ പ്രൈം നമ്പർ എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിച്ചോളാം. അപ്പൊ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഒന്നും അതേ നമ്പർ മാത്രം കേട്ടോ, അതിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുക. ഇവിടെ 2 എന്ന് പറഞ്ഞാൽ 1 × 2. വേറെ ഏതെങ്കിലും നമ്പേഴ്സ് 2 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുമോ? ഇല്ല. 3 എന്താണ്? ഒരു പ്രൈം നമ്പർ ആണ്. 5 ഒരു പ്രൈം നമ്പർ ആണ്. 7 ഒരു പ്രൈം നമ്പർ ആണ്. 11 അതേപോലെ 13 അതുപോലെ തന്നെ 17 ഇതൊക്കെ ഒന്നും അതേ നമ്പർ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ, അല്ലെങ്കിൽ അത് മാത്രം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നവരാണ് ഇത്തരത്തിലുള്ള നമ്പേഴ്സുകൾ. സോ ഏതൊക്കെയാണ് നമ്പേഴ്സ്? 2, 3, 5, 7, 11, 13, 17 ഇത്തരത്തിലുള്ള നമ്പേഴ്സുകളെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കുക. സോ അവരല്ലാത്ത ബാക്കി കുറേ നമ്പേഴ്സുകൾ നമ്മൾ ഇവിടെ പരിചയപ്പെട്ടു അല്ലേ? അവരല്ലാത്ത ഒരുപാട് ഫാക്ടേഴ്സുകളുള്ള ബാക്കിയുള്ള നമ്പേഴ്സുകളെ നമ്മൾ ഏത് പേരിൽ വിളിക്കും? യെസ്, അവരെയാണ് നമ്മൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. അതും വളരെ സിമ്പിൾ ആണ്. ഇപ്പോൾ 4 എന്ന് പറഞ്ഞാൽ 1 × 4 ചെയ്യാം, 2 × 2 ചെയ്യാം. 6 എന്ന് പറഞ്ഞാൽ 1 × 6 ചെയ്യാം, 2 × 3 ചെയ്യാം. കണ്ടോ, അവിടെ ഫാക്ടേഴ്സുകൾക്ക് വേറെയും ഫാക്ടേഴ്സുകൾ ഉണ്ട് അല്ലേ? ഒന്നും അതേ നമ്പർ മാത്രമല്ലാത്ത ഫാക്ടേഴ്സുകൾ അവിടെ ഉണ്ട്. സോ 8 എന്ന് പറഞ്ഞാൽ 1 × 8 ചെയ്യാം, അതേപോലെ തന്നെ 2 × 4 ചെയ്യാം. 1 × 9 ചെയ്യാം, 3 × 3 ചെയ്യാം 9 കിട്ടാൻ. 10 കിട്ടാൻ 1 × 10 അതേപോലെ 2 × 5 ഒക്കെ ചെയ്യാം ഇല്ലേ? അപ്പോൾ പ്രൈം നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പേഴ്സും എന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ പ്രൈം നമ്പർ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 പോയിന്റ്സുകൾ ഉണ്ട്. ഇവിടെ ഞാൻ പ്രൈം നമ്പേഴ്സുകൾ നിങ്ങൾക്ക് ഒരു ചെറിയ ഗ്രീൻ ഒരു സർക്കിൾ യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രീൻ സർക്കിൾ യൂസ് ചെയ്ത് മാർക്ക് ചെയ്ത നമ്പേഴ്സുകളാണ് ആര്? നമ്മളുടെ പ്രൈം നമ്പേഴ്സുകൾ കേട്ടോ. ഈ 2, 3, 5, 7, 11, 13, 17, 19, 23, 29, 31, 37, 41, 43 ഈ നമ്പേഴ്സുകളൊക്കെ ആരാണടാ? യെസ്, പ്രൈം നമ്പേഴ്സുകളായിട്ട് നമ്മൾ എടുത്തവരാണ്. ഓക്കെ, പ്രൈം നമ്പേഴ്സുകളാണ്. ഇതിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും, 1 എന്ന് പറയുന്ന നമ്പർ ഒരിക്കലും ഒരു പ്രൈം നമ്പർ അല്ല. ശ്രദ്ധിക്കുക, 1 എന്ന് പറയുന്ന നമ്പർ ഒരിക്കലും ഒരു പ്രൈം നമ്പർ അല്ല. എടാ, 1 എന്ന് പറഞ്ഞാൽ അത് കോമ്പോസിറ്റ് നമ്പേഴ്സിന്റെ അകത്തും വരുന്നില്ലേ? ഇല്ലേ? കോമ്പോസിറ്റ് നമ്പേഴ്സ് ഏതൊരു നമ്പറിനെയും നമുക്ക് 1 ഫാക്ടർ ആയിട്ട് എടുക്കാം ഇല്ലേ? കോമ്പോസിറ്റ് നമ്പേഴ്സിന്റെ ഫാക്ടർ ആരാണ്? 1 തന്നെയാണ്. സോ 1 ഒരിക്കലും ആരല്ല, ഒരു പ്രൈം നമ്പർ അല്ല. 1 ഈസ് നോട്ട് എ പ്രൈം നമ്പർ. നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. ദെൻ അടുത്ത കാര്യം, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, എല്ലാ പ്രൈം നമ്പേഴ്സും ഓഡ് നമ്പേഴ്സ് ആണ് അല്ലേ? യെല്ലോ കളർ ഞാൻ മാർക്ക് ചെയ്ത എല്ലാ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സ് ആണ്. പക്ഷേ ഒരാൾ ഒഴികെ. ആരാണ് അയാൾ? യെസ്, നമ്മളുടെ ഫസ്റ്റ് പ്രൈം നമ്പർ ആയിട്ടുള്ള
2 ഒഴികെ. ആ 2 എന്ന് പറയുന്ന പ്രൈം നമ്പർ ആരാണ്? ഈവൻ നമ്പർ ആണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാം? 2 ഈസ് ആൻ ഈവൻ പ്രൈം എന്ന് പറയാം അല്ലേ? പ്രൈം നമ്പറിൽ ഒരേ ഒരാളെയുള്ളൂ ഈവൻ നമ്പർ ആയിട്ട്, അതാരാണ്? 2 എന്ന് പറയുന്ന നമ്പറാണ്. സോ ഇത്രയും കാര്യങ്ങൾ പ്രൈം നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിച്ച് പഠിച്ചോളാം. അപ്പൊ പ്രൈം നമ്പർ, ഈ പ്രൈം ടൈം എന്നുള്ള ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ ആയിട്ട് ഞാൻ അടുത്തൊരു ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, സീ യു.